ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 ബിസിനസ് സ്റ്റഡീസ് മൂന്നാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണെന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്സിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബിസിനസ്സിന് പ്രധാനമായും 7 ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണുള്ളത്. എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മളത് ഒരു ബിസിനസ് ചെയ്യുന്നത്, അതൊന്നാമത്തെ. രണ്ടാമത്തെ, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊക്യൂർ ചെയ്യുകയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു, രണ്ടാമത്തെ. മൂന്നാമത്തെ, സെയിൽ, അതായത് വിൽപ്പന അല്ലെങ്കിൽ വ്യാപാരം നടത്തുക, ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ വ്യാപാരം അല്ലെങ്കിൽ വിൽപ്പന. അടുത്തത്, ഗുഡ്സും സർവീസും നമ്മൾ ഡീല് ചെയ്യുന്നത് റെഗുലർ ബേസിസിലായിരിക്കണം. റെഗുലാരിറ്റി ഉണ്ടാവണം. ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയത് കൊണ്ട് അതിനെ ബിസിനസ് എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. നമ്മൾ റെഗുലറായിട്ട് നടത്തുന്ന ഡീലിങ്സിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുക. അടുത്തത്, പ്രോഫിറ്റ് ഏർണിംഗ്, ഒരു ലാഭം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ, ഇത്രയും ലാഭം എനിക്ക് തിരിച്ചു കിട്ടും എന്ന് ഉറപ്പിച്ച് നമുക്കൊരിക്കലും ബിസിനസ്സിൽ പറയാൻ സാധിക്കില്ല. നമുക്കൊന്ന് ഗെസ് ചെയ്യാം, ഇത്രയായിരിക്കും ചിലപ്പോൾ എൻ്റെ ലാഭം എന്ന് പറയാൻ സാധിക്കും, പക്ഷേ അതെപ്പോഴും ശരിയാവണമെന്ന് ഇല്ല. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. എലമെൻറ്റ് ഓഫ് റിസ്ക്, ബിസിനസ്സിൽ വളരെയധികം റിസ്ക് ഇൻവോൾവ് ആണ്. റിസ്ക് എടുക്കാൻ റെഡി ആയിട്ടുള്ളവർ മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ ഓരോ ബിസിനസ്സിൻ്റെ ഓരോ സവിശേഷതകളെയും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഞാൻ ഇത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, ബിസിനസ്സിൻ്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ. ആദ്യത്തെ, എക്കണോമിക് ആക്ടിവിറ്റി. Business is considered to be an economic activity because it is undertaken with the objective of earning money or livelihood and not out of love, affection, sympathy or any other emotion. ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ എടുക്കുന്നത്. അത് നമുക്ക് ലവ്, സിമ്പതി അതുപോലത്തുള്ള നമ്മുടെ ഫീലിങ്സ് കൊണ്ടല്ല നമ്മളത് ചെയ്യുന്നത്. ബിസിനസ് നമുക്കൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മണി ഏൺ ചെയ്യുക അല്ലെങ്കിൽ ലൈവ്ലിഹുഡ് ഏൺ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇസ് ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. അടുത്തത്, പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൊക്യൂർമെൻറ്റ്, അതായത് അവിടെ കുറേ സ്ഥലത്തായിരിക്കും ഓരോ ഗുഡ്സും സർവീസസും ഇരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കളക്ട് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതും ബിസിനസ്സിൻ്റെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഗുഡ്സിനെ സർവീസസിനെയും 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ, കൺസ്യൂമബിൾ ഗുഡ്സ്, അതായത് നോർമൽ ഒരു കോമൺ കൺസ്യൂമറിന് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഷുഗർ, ഗീ, പെൻ, നോട്ട്ബുക്ക്, ഇതൊക്കെയാണ് കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി, ക്യാപിറ്റൽ ഗുഡ്സ്, മെഷീനറി, ഫർണിച്ചർ അതുപോലത്തെയുള്ള കുറച്ച് ബൾക്കായിട്ടുള്ള പ്രൊഡക്ട്സാണ് ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്നത്. മൂന്നാമത്തെ, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, സ്റ്റീൽ, സിമെൻറ്റ്, ഇൻഡസ്ട്രീസിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ ചില സമയത്ത് നമുക്ക് സർവീസസ്, ഇതൊക്കെ ഗുഡ്സ് ആൻഡ് പ്രൊഡക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് സർവീസസും ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഇലക്ട്രിസിറ്റി, ടെലിഫോൺ. ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ടാണ്, ഇതെല്ലാം ബിസിനസ്സിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. പ്രൊഡക്ട്സും അതുപോലെ തന്നെ സർവീസസും ഒരുമിച്ച് കൊണ്ടുവരിക, അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് ബിസിനസ്. അടുത്തത്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, വ്യാപാരം അല്ലെങ്കിൽ വിൽപ്പന. എങ്ങനെയെങ്കിലും നമ്മളൊരു സെയിൽ നടത്തി എന്നാലേ നമുക്ക് അവിടെ ഒരു ബിസിനസ് നടന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്ത് ഫാമിലി മെമ്പേഴ്സിന് കൊടുക്കുന്ന ബിസിനസ് അല്ല. പക്ഷെ അതേസമയം ഇതേ ഫുഡ് നമ്മൾ ഹോട്ടലിൽ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വിൽക്കുകയാണ്, അവിടെയാണ് ഒരു ബിസിനസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോൾ വൺ ഓഫ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ് ഇസ് ദാറ്റ് ദർ ഷുഡ് ബി എ സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു വ്യാപാരം ഉൾപ്പെട്ടാൽ മാത്രമേ ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റീനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഫോർ പേഴ്സണൽ കൺസംഷൻ ഇസ് നോട്ട് എ ബിസിനസ്. നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ബിസിനസ്സാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്തത്, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. A single transaction cannot be treated as a business.
ഒരൊറ്റ ട്രാൻസാക്ഷൻ കൊണ്ട് അത് ഞാനൊരു ബിസിനസ് നടത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ഒറ്റ ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ബിസിനസ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് ഡെയിലി ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് വ്യാപാരം അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയുന്നത്. റെഗുലർ ബേസിസിൽ ഒരൊറ്റ ട്രാൻസാക്ഷൻ കൊണ്ട് ബിസിനസ് ആവില്ല. അടുത്തത് പ്രോഫിറ്റ് ഏർണിംഗ്. ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ഇസ് ടു ഏൺ ഇൻകം ബൈ വേ ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ഇൻകം, പ്രോഫിറ്റ് എന്ന ലാഭം എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിലൂടെ ഇൻകം ഉണ്ടാക്കുക എന്നതാണ് ബിസിനസ്സിൻ്റെ മെയിൻ പേർപ്പസ് അല്ലെങ്കിൽ മെയിൻ ആവശ്യം. പ്രോഫിറ്റ് ഇല്ലെങ്കിൽ എല്ലാ ബിസിനസ്സും കുറച്ച് കഴിഞ്ഞാൽ തകരും. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ഏർണിംഗ് ആണ് ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേർപ്പസ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. അടുത്തത് അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. നമുക്കൊരു റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ് ബിസിനസ്. അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ റെഫേഴ്സ് ടു ദ ലാക്ക് ഓഫ് നോളജ് റിലേറ്റിംഗ് ടു ദി എമൗണ്ട് ഓഫ് മണി ദറ്റ് ദ ബിസിനസ് ഈസ് ഗോയിങ് ടു ഏൺ ഇൻ എ ഗിവൺ പീരിയഡ്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത്ര എമൗണ്ട് എനിക്ക് പ്രോഫിറ്റ് തിരിച്ചു കിട്ടും എന്ന് നമുക്കൊരിക്കലും ബിസിനസ്സിൽ പറയാൻ സാധിക്കില്ല. കാരണം ഓരോ ബിസിനസ്സും ഓരോ സമയത്ത് ട്രെൻഡ് മാറുന്നതിന് സമയത്ത് അല്ലെങ്കിൽ ടേസ്റ്റ് മാറുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബിസിനസ് എന്തായാലും തകരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോവിഡ് സിറ്റുവേഷൻ ആണുള്ളത്. ഇപ്പോൾ സാനിറ്റൈസേഴ്സ്, ഹാൻഡ് വാഷസ്, മാസ്ക് ഈ ഏരിയയിലൊക്കെ നല്ല ബിസിനസ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ബാക്കിയുള്ള ബിസിനസ്സൊക്കെ തകരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമയമായിരുന്നു ഈ COVID-19 സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെർട്ടനിറ്റി, നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടും എന്നൊരിക്കലും ബിസിനസ്സിൽ പറയാൻ സാധിക്കില്ല. അടുത്തത് എലമെൻറ്റ് ഓഫ് റിസ്ക്. എവറി ബിസിനസ് ഇസ് സബ്ജക്റ്റ് ടു റിസ്ക്. റിസ്ക് ഇസ് ദ അൺസർട്ടനിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ എക്സ്പോഷർ ടു ലോസ്. ചില സമയത്ത് റിസ്ക് ചില ബിസിനസ്സസ് ഫേസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ COVID-19 സിറ്റുവേഷനാണ്. അപ്പോൾ ഈ നമ്മളുടെ ഹൈജീൻ റിലേറ്റഡ് സാധനങ്ങളല്ലാതെ ബാക്കി എല്ലാ ബിസിനസ്സുകളും ഇപ്പോൾ ഒരു റിസ്ക് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല നമ്മളുടെ ബിസിനസ് എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമെന്ന്. ചിലപ്പോൾ സ്ട്രൈക്ക് വരാം, അല്ലെങ്കിൽ ഇതുപോലുള്ള നാച്ചുറൽ കലാമിറ്റീസ്, കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, തെഫ്റ്റ്, അതുപോലെ തന്നെ ആക്സിഡൻസ്, ഇതൊക്കെ ബിസിനസ്സിൻ്റെ റിസ്കിന് സാധ്യത വരുത്തുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നോ ബിസിനസ് ക്യാൻ ഓൾ ടുഗെദർ ഡു അവേ വിത്ത് റിസ്ക്. ഒരു ബിസിനസ്സിനും റിസ്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വളരെയധികം റിസ്ക് ഇൻവോൾവ് ആണ്. ഇനി നമ്മൾ അസൈൻമെൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ: പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ എനി 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അപ്പോൾ നമ്മൾ 7 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് 5 ക്യാരക്ടറിസ്റ്റിക്സ് സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു സെമിനാർ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതായിരുന്നു അസൈൻമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എടുക്കാം. ഞാനിപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡീലിങ്സ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്, പ്രോഫിറ്റ് ഏർണിംഗ്. ഈ 5 കാര്യങ്ങളാണ് ഞാനിവിടെ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വിവരിച്ച് എഴുതി എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും 5 സെലക്ട് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്ന പോലെ, ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ രീതിയിലായിരിക്കണം നിങ്ങൾ എഴുതുന്നതും. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷ് വേർഷൻ ഇതിൻ്റെ. ആൻഡ് മലയാളം വേണ്ടവർക്ക്, മലയാളം അസൈൻമെൻറ്റ് വേണ്ടവർക്ക് ഇതുപോലെ എഴുതാവുന്നതാണ്. സോ നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. Thanks for watching. See you all in my next video. Bye bye.